ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നിർണായക ദിവസമാണ്. രണ്ടാം ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉടൻ വിധി പറയും. ഊരും പേരുമില്ലാത്ത പരാതി രാഷ്ട്രീയ പ്രേരിതമെന്നാണ് രാഹുലിന്റെ വാദം. ശരീരമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗികാതിക്രമമാണ് രാഹുൽ നടത്തിയത് എന്നാണ് യുവതിയുടെ മൊഴി. വിവരങ്ങളുമായി ഹരിമോഹനും TV പ്രസാദുമുണ്ട്. ആദ്യം ഹരിമോഹനിലേക്കാണ്. ഹരിമോഹൻ, ഇപ്പോൾ രണ്ടാമത്തെ പരാതിയിൽ കോടതിയുടെ തീരുമാനം, മുൻകൂർ ജാമ്യം ലഭിക്കുമോ എന്നുള്ള തീരുമാനം ഉടൻ അറിയാമല്ലോ. എന്താണ്, നമുക്ക് എത്ര മണിയോടുകൂടി ആ തീരുമാനം അറിയാം? ഇപ്പോൾ കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുമ്പോൾ ഇതിൽ പരാതിക്കാരിയുടെ പേരില്ല, എവിടെ നിന്നാണെന്നില്ല, മെയിൽ ID-യിൽ പേരില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇപ്പോൾ പരാതിക്കാരി മൊഴി നൽകിയിരിക്കുന്ന പുതിയ സാഹചര്യമുണ്ട്. അപ്പോൾ കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നറിയാനുള്ള ഉദ്വേഗവുമുണ്ട്. തീർച്ചയായിട്ടും സ്മൃതി, വളരെ പ്രധാനപ്പെട്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച്. കാരണം ഒളിവിൽ പോയിട്ട് 14 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതുകൊണ്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് പുറത്തേക്ക് വരാതിരിക്കുന്ന, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തിൽ നിന്ന് അന്വേഷണ സംഘം ഒന്ന് പിൻവലിഞ്ഞത്. പക്ഷേ രണ്ടാമത്തെ കേസ് അപ്പോഴാണ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. പക്ഷേ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. ഇന്ന് വിധി പുറത്തുവരും. 11 മണിക്ക് മൂന്നാമത്തെ ഐറ്റമായാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തീരുമാനം, വിധി പുറത്തേക്ക് വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിധി തന്നെയായിരിക്കും. കാരണം ആദ്യ കേസിൽ അറസ്റ്റ് തടഞ്ഞതുകൊണ്ട് തന്നെ ആ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ അന്വേഷണ സംഘത്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് തടയാതിരിക്കുകയോ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയോ ചെയ്തു കഴിഞ്ഞാൽ അന്വേഷണ സംഘത്തിന് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടിയിലേക്ക് രാഹുൽ ഇപ്പോൾ എവിടെയാണോ ഒളിവിൽ കഴിയുന്നത് അവിടെ നിന്ന് രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് തുടർന്ന് ചോദ്യം ചെയ്യുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്താനും അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം രണ്ടാമത്തെ കേസിനെ SIT കരുതുന്നത് വളരെ ശക്തമായിട്ടുള്ള പരാതിയാണ്, വളരെ ശക്തമായ മൊഴി തന്നെയാണ്, അതിക്രൂരമായിട്ടുള്ള ബലാത്സംഗം തന്നെയാണ് രണ്ടാമത്തെ കേസിൽ നടന്നതെന്നുള്ളതാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. കാരണം അതിജീവിത ആദ്യഘട്ടത്തിൽ മൊഴി നൽകാതിരിക്കുകയും പിന്നീട് ആ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. ചില ആശങ്കകൾ അതിജീവിത പങ്കുവച്ചിരുന്നു. പക്ഷേ അതിനുശേഷം അവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറായി. അതുകൊണ്ട് തന്നെ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ സെഷൻസ് കോടതി നൽകിയിട്ടുള്ള ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യങ്ങളിൽ പല വാദങ്ങളും നിലനിൽക്കില്ല. കാരണം ആദ്യം ജാമ്യാപേക്ഷ നൽകിയ സമയത്ത് ഊരും പേരുമില്ലാത്ത പരാതിയാണ് തനിക്കെതിരെ വന്നിരിക്കുന്നത്. അതിനകത്ത് പരാതിക്കാരിയുടെ പേരില്ല, പരാതിക്കാരിയുടെ വിലാസമില്ല, സംഭവം നടന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളില്ല. അത്തരത്തിലുള്ള വാദങ്ങളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചത്. ആദ്യ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ ഈ വാദങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വരികയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീടാണ് മൊഴി രേഖപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് വന്നത്. അതിജീവിത ആരാണെന്ന് ഇപ്പോൾ SITക്ക് അറിയാം, അക്കാര്യം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സംഭവം നടന്ന സ്ഥലം എവിടെയാണെന്നറിയാം, എങ്ങനെയാണ് സംഭവം നടന്നതെന്നറിയാം, ഇത് മറ്റാർക്കൊക്കെ അറിയാമെന്നറിയാം. അത്തരത്തിൽ കൃത്യമായി ഈ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള മൊഴിയുടെ പൂർണ്ണ വിവരങ്ങൾ ഇതിനോടകം തന്നെ കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം കോടതി ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് അറസ്റ്റ് തടയുന്നതിന് വേണ്ടിയുള്ള ഉപഹർജിയിൽ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ കോടതി തയ്യാറാകാതിരുന്നത്. അതായത് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഇതേവരെ സെഷൻസ് കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല, മറിച്ച് അറസ്റ്റ് അനുചിതമാണെന്നുള്ള നിരീക്ഷണം നടത്തുകയും ചെയ്തു. ഒപ്പം തന്നെ കർശനമായിട്ടുള്ള കടുത്ത നടപടികൾ പാടില്ല എന്ന് അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ആ പരാതിയുടെ ഗുരുതര സ്വഭാവം തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിൽ അറസ്റ്റ് തടയാനുള്ള നേരിട്ടുള്ള നീക്കത്തിലേക്ക് കോടതി കടക്കാതിരുന്നതും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂഷന് വലിയ ആത്മവിശ്വാസമുണ്ട്. കാരണം ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങളിൽ ആദ്യത്തെ കേസിന് സമാനമായിട്ടുള്ള വാദങ്ങൾ രാഹുൽ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. തിരിച്ചു വരാം ഹരിമോഹൻ. റോഷിപാൽ, ഇപ്പോൾ രണ്ടാം കേസിൽ കുറച്ചുകൂടി ഗുരുതരമായ ആരോപണങ്ങളാണ്. അതിൽ റേപ്പിന്റെ സ്വഭാവത്തിലുള്ള, ദേഹമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള പീഡനം എന്നതടക്കം യുവതി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യം യുവതി മൊഴി നൽകുന്നതിൽ ആശങ്കപ്പെട്ടിരുന്നു. പക്ഷേ നൽകിയ മൊഴി ഞെട്ടിക്കുന്നതാണ്. കുഞ്ഞു വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള റേപ്പ് എന്ന് പറയുന്നു. ഒരു തവണ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടും രണ്ടാമത് വീണ്ടും സമീപിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അതിലൊരു ഭീഷണിയുടെ സ്വഭാവമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അതിൽ ഒരു സാക്ഷിയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ തെളിവുകൾ എത്രത്തോളം നിർണായകമാകും റോഷിപാൽ? സ്മൃതി, രണ്ടാമത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ കേസ് പരാതിയായി നൽകിയ പെൺകുട്ടി അത് പോലീസ് മൊഴി നൽകിയ സാഹചര്യത്തിൽ അത് ഗൗരവത്തോടെ തന്നെയാണ് പോലീസ് കാണുന്നത്. ആദ്യഘട്ടത്തിൽ അത് KPCC നേതൃത്വത്തിന് നൽകിയ പരാതിയാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ അത് സംസ്ഥാന പോലീസ് മേധാവി കൈമാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് FIR വന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനമാകുന്നത് ഈ കേസിൽ ഒരാൾ കൂടിയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കാനെന്നാണ്. പ്രാഥമികമായ സഹായമാണ്
രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഈ പെൺകുട്ടിയെ കൊണ്ട് ഒരിടത്തേക്ക് പോകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലുമായി സ്വകാര്യ സംഭാഷണം എന്ന രീതിയിലാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അവിടെ എത്തിച്ച് അവിടെ നിന്നും ബലം പ്രയോഗിച്ച് ഇങ്ങനെ പീഡിപ്പിച്ചു എന്നാണ് മൊഴിയിൽ പറയുന്നത്. അത് സുപ്രധാനമാണ്. ഏതായാലും അത് സംബന്ധിച്ച ചില തെളിവുകൾ കൂടി, ഡിജിറ്റൽ എവിഡൻസ് കൂടി പെൺകുട്ടി പോലീസ് സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അത് അതീവ ഗൗരവമായിരിക്കും. മാത്രവുമല്ല, ക്രൂരമായ പീഡനം പെൺകുട്ടി ഏറ്റുവാങ്ങിയെന്നാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അതിക്രൂരമായ പീഡനമാണ് ഏറ്റുവാങ്ങിയത്. ഇടയ്ക്ക് ജീവൻ നഷ്ടമാകുമോ എന്ന് പോലും ആശങ്കപ്പെടുന്ന രീതിയിൽ ശ്വാസം മുട്ടൽ അനുഭവിച്ചു. ആ സമയത്ത് പോലും തന്നെ ഉപദ്രവിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർന്നു എന്നാണ് പെൺകുട്ടി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള, ഇങ്ങനെ മൊഴി നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. മാത്രവുമല്ല, സാമൂഹ്യ മാധ്യമത്തിലൂടെ അതിക്രമത്തിലടക്കം പെൺകുട്ടിക്ക് വലിയ ആശങ്കയുണ്ട്. അത് ആ പരാതിയിലടക്കം അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും ഈ കേസിൽ, ഈ പരാതിയിൽ പിന്നീട് അത് കേസായി വന്നു. ഇനി ഇതിൽ കോടതി എടുക്കുന്ന നിലപാട് നിർണായകമാണ്. പോലീസിന്റെ നീക്കം അതിനനുസരിച്ചായിരിക്കും. പോലീസ് ഏതായാലും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ നിരീക്ഷണത്തിലെത്തിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉടൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലീസും സർക്കാരും പൂർണ്ണമായും പ്രതിരോധത്തിലാകും. കാരണം അത്രയും ദിവസമായി ആദ്യത്തെ പെൺകുട്ടി പരാതി നൽകിയിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, ആദ്യത്തെ പെൺകുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങളടക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈവശമുണ്ടെന്നാണ് പെൺകുട്ടി മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ പെൺകുട്ടികളുടെ ഇത്തരം ദൃശ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈവശമുണ്ടോ എന്ന സംശയമടക്കം പോലീസിനുണ്ട്. ആ തരത്തിൽ ദൃശ്യങ്ങൾ പുറത്തു വരുമോ എന്ന ഭയമാണ് പലരെയും പരാതിയുമായി മുന്നോട്ട് വരാൻ എന്നതിൽ നിന്നും അവരെ പിന്നോട്ടടിപ്പിക്കുന്നത് എന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. അതുകൊണ്ട് ഈ പരാതിയിൽ കോടതി എടുക്കുന്ന തീരുമാനം അത് നിർണായകമായിരിക്കും. അതിനനുസരിച്ചായിരിക്കും പോലീസിന്റെ തുടർ നീക്കങ്ങളും ഉണ്ടാവുക. സ്മൃതി.